കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ അപ്പനെ കാണാൻ പോവുകയാണ്. ചുട്ടുകൊള്ളുന്ന വെയിലായതുകൊണ്ട് ഐ തോട്ട് വൈനോട്ടൊരു കണ്ണാടി, അതുകൊണ്ട് അതും വെച്ച് ഒരു പാണ്ട ഹെൽമെറ്റും വെച്ചാണ് ഞാൻ പോകുന്നത്. ഞാൻ നാട്ടിൽ ചെന്ന അവിടുത്തെ ആൾക്കാരുടെ ഒരാഴ്ചത്തെ കരക്കമ്പി ഞാനായിരിക്കും. നിങ്ങളറിഞ്ഞോ ബിജുവിൻ്റെ മോള് ഒരു ഹെൽമെറ്റും ഒരു കണ്ണാടിയും വെച്ച് ഇതിലേ പോയി എന്നായിരിക്കും. ഇതാണ് ഞാൻ കുഞ്ഞിലെ പഠിച്ച സ്കൂള്. അപ്പം എനിക്ക് വിശപ്പിൻ്റെ ഒരു വിളിയും കൂടെ വന്നു. അങ്ങനെ ഞാനൊരു കടയിൽ കയറി മീറ്ററോളും നാരങ്ങവെള്ളം കുടിച്ചു. അപ്പോഴാണ് ഈ പഴം എൻ്റെ കണ്ണിൽ പെട്ടത്. അതിൽ നിന്ന് ആ പഴവും പിരിഞ്ഞ് ഒരു കൂട്ട് അപ്പച്ചന്മാരുടെ നടുക്കൂടെ ഞാൻ അവിടുന്ന് പിന്നെ യാത്ര തിരിച്ചു നേരെ വീട്ടിലോട്ട്. അപ്പോഴാണ് അടുത്ത പണി, വരുന്ന വഴി റോഡ് പണിയായിരുന്നു. പപ്പായെ വിളിച്ചപ്പോൾ പറഞ്ഞത് താമസിച്ച് വന്നാലും കുഴപ്പമില്ല, വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോഴാണ് ഇവനെ കണ്ടത്. അപ്പോൾ ഇവനെ കൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നീ വന്നേ, എനിക്ക് 2-3 വീഡിയോ എടുത്തു തരാമോ? എൻ്റെ പേരെന്നാ? വിഷ്ണുദേവ്. ഹൗ ഓൾഡ് ആർ യു? യെസ്സോ? എന്തോ നെസ്സു? വയസ്സെത്ര ഉണ്ടെന്നാടാ ചോദിച്ചത്. എത്ര വയസ്സുണ്ടാ? ഇതെന്തോടാ കഴിക്കുന്ന? ഇങ്ങോട്ട് വന്നടാ. എന്തോ പരിപ്പടയോ? എവിടെ നിന്നാണത്? രണ്ട് നിന്നെ പരിപ്പട വന്നങ്ങ് വിട്ടോ? എന്നാ ബാബാ നമുക്ക് വീഡിയോ എടുക്കാം. ഒരു ഇതടി, ഇങ്ങനെ അടിയടാ. നടിയടാ. അങ്ങനെ അവനെ കൊണ്ട് എൻ്റെ ഫിറ്റ് ചെക്കിങ് നടത്തുവാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഒരു ക്യൂട്ട് വർത്താനുണ്ട്, എച്ചിട്ടുണ്ടെന്നുള്ളത്. ക്ലാസ് വേണം, നീ വെച്ചോ. തിരിച്ച് മാസ്. അങ്ങനെ അവനൊരു ഉമ്മയും കൊടുത്ത് നേരെ അപ്പൻ്റെ അടുത്ത് വന്നു. ഇതാണ് എൻ്റെ അപ്പൻ ബിജു ജോസഫ്. വീട്ടിൽ വന്നപ്പോഴാണ് പഴത്തിൻ്റെ കാര്യം ഓർത്ത് ആ പഴം തൊലിച്ച് ഞാൻ അവിടെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പപ്പ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീഡിയോസൊക്കെ അങ്ങ് വൈറലായി, എനിക്കിപ്പോൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ ഇൻട്രിയപ്പോ 2 പല്ല് കൊഴിഞ്ഞപ്പോഴാണ് പപ്പയുടെ കോഴിത്തരത്തിനൊരു അവസാനം വന്നത്. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ട സമയത്ത് PT മീറ്റിംഗ് ഇല്ല ഇങ്ങോട്ട് എന്നോട് ഇരുന്ന് പറയുമായിരുന്നു, സ്കൂളിൽ PT മീറ്റിംഗ് വെക്കാൻ പറയുമെങ്കിലല്ലേ ടീച്ചർമാരെ കാണാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് അപ്പൻ്റെ അഭ്യാസം. പണ്ട് എന്നെ മാജിക്കാന്ന് പറഞ്ഞ് ചുടല് ചുരുക്കിയും കഴുത്ത് ചുരുക്കിയൊക്കെ കാണിക്കുമായിരുന്നു. ഇപ്പോൾ 10-55 വയസ്സായതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളുണ്ട്. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഞാൻ വരുമ്പോൾ പപ്പ എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കും. ഇതിലായില്ലേ കുമ്പളം വെച്ചാൽ മത്തം മുളയ്ക്കത്തില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താം. ഡ്രസ്സിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം.